തുടരുക. വളരെ പ്രധാനപ്പെട്ട വാർത്ത ഷബീർ അവിടെ നിന്ന് നൽകുന്നത്. മുണ്ടക്കയിൽ NDRF സംഘം എത്തി, അവിടെ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത. അതിനുള്ള ദൃശ്യങ്ങൾ, അതൊരു ശുഭസൂചകയാണ്. നമുക്ക് മുണ്ടക്കയിലേക്ക് ചെല്ലാനേ പറ്റിയിരുന്നില്ല എന്നുള്ള അത്രത്തോളം നിരാശാജനകമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്ന് NDRFന്റെ സംഘം മുണ്ടക്കയിൽ എത്തിയിരിക്കുന്നു. മുണ്ടക്കയിൽ നിന്ന് ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള ദൃശ്യങ്ങളടക്കം നമ്മളിതാ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത. അപ്പോൾ റെജിമോൻ നമുക്കൊപ്പം ചേരുന്നു. റെജി മനീസ, പേര് തെറ്റായിട്ടാണ് പറയുന്നതിൽ ക്ഷമിക്കുക. നിങ്ങളൊരു ആശങ്കയിലാണ് വിളിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പറയാനുള്ളത്? പിന്നെ മുണ്ടക്കയില് പള്ളിയില് വർക്ക് ചെയ്തിരുന്ന എന്റെ ഒരു ആങ്ങളുണ്ട്, ഷിഹാബുദ്ദീൻ പറഞ്ഞിട്ട്. ഷിഹാബുദ്ദീൻ മുണ്ടക്കയിലാണ് നിങ്ങളുടെ സഹോദരൻ അല്ലേ? അതെ, പള്ളിയിലാണ്. ഒരു പള്ളിയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ ഒരു വിവരവും ഇല്ല. ആണോ? വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലേ? വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഇല്ല, വിളിച്ചിട്ട് ഫോൺ എടുക്കണമൊന്നുമില്ല. ഇന്നലെ സംസാരിച്ചിരുന്നോ? ഇന്നലെ എങ്ങാനും സംസാരിക്കാൻ പറ്റിയിരുന്നോ? ഇന്നലെ സംസാരിച്ചിരുന്നു. അപ്പോ അവിടെ തന്നെയായിരുന്നു, അതായത് പള്ളി തന്നെയായിരുന്നോ? അതോ? അതെ, പള്ളിയിലായിരുന്നു. പിന്നെ അതിന് ശേഷം 6 മണിക്കൊക്കെ റിങ്ങായിരുന്നു. അതിന് ശേഷം പിന്നെ ഒരു വിളിയില്ല. ഫോണ് സ്വിച്ച് ഓഫ് ആണ്. ഷിഹാബുദ്ദീൻ എന്ന് പറയുന്ന ഷിഹാബുദ്ദീന് മണ്ണാത്തിവേല്. ഓക്കെ. മറ്റ് സഹോദരൻ മാത്രമാണോ അവിടെ ഉള്ളത്? അതെ, സഹോദരന് മാത്രമേ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ സഹോദരനെ ഒന്നും വിളിച്ചിട്ട് കൂടെ ഉള്ള ആള് ഇവിടെ മണ്ണാത്തിവേല് എത്തിയിട്ടുണ്ട്. അവരിന്നലെ രാവിലെ പോന്നാണ്. പക്ഷെ ഇവൻ പോന്നില്ല. ഓക്കെ. അതുകൊണ്ട് ഓക്കെ, നിങ്ങൾ ആശങ്കപ്പെടല്ലേ? കാരണം ഈ ഫോണ് അവിടെ ചാർജ് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് പോയിട്ടുണ്ട്. അവിടെയുള്ള പലരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയിട്ടുണ്ട്. അങ്ങനെ സംഭവിക്കാം. മാത്രമല്ല അങ്ങോട്ടേക്ക് ഇപ്പോ സേന എത്തുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട്. ഏതായാലും ഷിഹാബുദ്ദീൻ മുണ്ടക്കയിൽ വണ്ണാത്തിവയൽ പള്ളിയിൽ ഉണ്ടായിരുന്ന, പള്ളിയിൽ ജോലി ചെയ്തിരുന്ന സ്ഥലം മണ്ണാത്തിവയൽ സ്വദേശിയായിട്ടുള്ള, തമിഴ്നാട് സ്വദേശി. ഓക്കെ. തമിഴ്നാട് ഉള്ള മണ്ണാത്തിവയലിലെ സ്വദേശിയായിട്ടുള്ള ഷിഹാബുദ്ദീന്റെ സഹോദരിയാണ് വിളിച്ചത് ആശങ്കയോടുകൂടി. ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഫോൺ റിങ് ചെയ്തിരുന്നു. അതിനുശേഷം കിട്ടിയിട്ടില്ല. എന്താണെന്ന് അറിയില്ല. ആശങ്കപ്പെടാതിരിക്കൂ. നമുക്ക് പ്രതീക്ഷയോടുകൂടി നോക്കാം എന്നാണ് ഈ നിമിഷത്തിൽ പറയാൻ കഴിയുക. ഏതായാലും പുതിയ ഒരു വാർത്ത, അത് വളരെ വളരെ പ്രതീക്ഷയുള്ളതാണ്. അത് ന്യൂസ് 18 കൂടെ തന്നെ പുറത്തു വരുന്നു. നേരത്തെ ഷബീർ കാണിച്ച ദൃശ്യങ്ങൾ, അത് ആംബുലൻസിന്റെ ദൃശ്യങ്ങൾ, മുണ്ടക്കയിൽ നിന്ന് ആൾക്കാരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന ആംബുലൻസിന്റെ ദൃശ്യങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുന്നു. NDRFന്റെ എത്ര അംഗ സേനയാണ് മുണ്ടക്കയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ കൊണ്ടുവരാൻ ഷബീർ, വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ താൽക്കാലിക പാലം ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടാക്കാതെ എങ്ങനെയാണ് ഈ പരിക്കേറ്റവരെ പുറത്തേക്ക് കൊണ്ടുവരിക എന്നൊരു വലിയ ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു തൽക്കാലത്തേക്ക് ഒരു വഴി കണ്ടെത്തിയിട്ടുണ്ട് സേന, NDRF. അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? ഈ വഴി എങ്ങനെ ശരിയാക്കി എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീജിത്ത് എവിടെ അറിയില്ല. അപർണ, ശ്രീജിത്ത് ഈ വിഷ്വൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് ലഭ്യമാണോ എന്ന് എനിക്കറിയില്ല. NDRF സംഘത്തിൽപ്പെട്ട ഒരാളിപ്പോൾ ആ റോപ്പ് വഴി തൂങ്ങി ഇപ്പുറം വശത്തേക്ക് വരുന്ന കാഴ്ചയാണ്. അങ്ങോട്ടേക്ക് പോകാനുള്ള സാധ്യതകളൊക്കെ ഇപ്പോഴും ആ സാധ്യതകൾ തുറന്നിട്ടില്ല. മിലിറ്ററിയുടെ നേതൃത്വത്തിൽ അപ്പുറത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഒരാളെ ഇപ്പുറത്തേക്ക്, എനിക്ക് തോന്നുന്നു പരിക്ക് പറ്റിയ ആളെ, അതിന്റെ വിഷ്വൽ മൊബൈലിലെടുക്കും, പരിക്ക് പറ്റിയ ആളെ റോപ്പ് വഴി ഇപ്പുറത്തേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് നെറ്റ്വർക്ക് സംവിധാനത്തിൽ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ആ വിഷ്വൽ കാണാനാകുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ഇപ്പോൾ അപ്പുറത്തു നിന്നും ഒരാളെ ഈ റോപ്പ് വഴി തൂക്കി ഇപ്പുറത്തേക്ക്, അദ്ദേഹം പരിക്ക് പറ്റിയ ആളാണെന്നാണ് നമ്മൾക്ക് കരുതേണ്ടത്. അദ്ദേഹത്തെ ആംബുലൻസിലേക്ക് മാറ്റുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു, ഏകദേശം 1 മണിക്കൂറായി ഇപ്പോൾ NDRF സംഘം അപ്പുറം വശത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. അവരെ
ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമം, അപ്പുറത്തേക്ക് മിലിറ്ററി പൂർണ്ണമായും പോയി അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതൊന്നും ഇതുവരെ സാധ്യമായിട്ടില്ല. മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അവർ ചെയ്യുന്നത് രാവിലെ ചെയ്ത പോലെ തന്നെ ഈ പുഴയുടെ പല ഭാഗങ്ങളിലും അതും പൂർണ്ണമായിട്ടും നമ്മൾ ഇവരോട് ചോദിക്കുമ്പോൾ അത് മലമുകളിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ അല്ല എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം അങ്ങോട്ടേക്ക് ഇനിയും എത്തിച്ചേരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ അതിന് ഇപ്പുറത്തുള്ള വഴികളിൽ, അതായത് ഈ പുഴയുടെ ഓരങ്ങളിലൊക്കെ കുടുങ്ങിക്കിടന്ന ആളുകളെയും പരിക്കേറ്റ ആളുകളെയും അതുപോലെ തന്നെ മരിച്ചവരുടെ മൃതദേഹങ്ങളുമൊക്കെ ഇപ്പോൾ ഒരു മൃതദേഹം കൂടി അവിടെ കയറുകൊണ്ട് സ്ട്രെച്ചറിൽ റോപ്പ് കെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനാവുന്നുണ്ട്. ആ മൃതദേഹം കൂടി ഇപ്പോൾ ഈ റോപ്പ് വഴി ഈ പുഴയ്ക്ക് ഇപ്പുറത്തേക്ക് കടത്താനുള്ള ഒരു ശ്രമമാണ് NDRFന്റെ നേതൃത്വത്തിൽ, സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്ത് അതിന്റെ വിഷ്വൽസ് എടുക്കുന്നുണ്ട്. പക്ഷേ നമുക്കത് എത്രത്തോളം സ്ക്രീനിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ മേഖലയിൽ നെറ്റ്വർക്കിംഗ് വളരെ പ്രശ്നമാണ്. എന്നാൽ പോലും നമുക്കിവിടെ നിന്ന് ലൈവായിട്ട് പറയാൻ കഴിയുന്ന സാഹചര്യം സന്നദ്ധ പ്രവർത്തകരുടെ അക്ഷീണമായ പ്രയത്നത്തിന്റെ ഫലമായി, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ജീവൻ പോലും മറന്നുകൊണ്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി NDRFന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും പോലീസിന്റെയും ഒക്കെ വലിയ തോതിലുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി ഇപ്പോൾ പ്രകൃതി ഒരുക്കിയ എല്ലാ ബുദ്ധിമുട്ടിനെയും അതിജീവിച്ചുകൊണ്ട് അപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ മൃതദേഹങ്ങളൊക്കെ റോപ്പ് വഴി, സ്ട്രക്ചറിലൂടെ റോപ്പ് വഴി ഇപ്പുറത്തേക്ക് എത്തിക്കാനുള്ള, നമുക്ക് വലിയ സങ്കടം തോന്നുന്ന കാര്യം അപർണ, മൃതദേഹങ്ങളുടെ എണ്ണം അങ്ങനെ കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ്. 70ഉം 80ഉം ഒക്കെ കവർന്നിതാ തൊട്ടപ്പുറത്ത് നിന്ന് മറ്റൊരു മൃതദേഹം കൂടി NDRF സംഘം സ്ട്രക്ചറിൽ കൊണ്ടുവരുന്ന കാഴ്ച കാണുന്നു. ഒരു മൃതദേഹം ഇപ്പോൾ റോപ്പിലേക്ക് കെട്ടി ഇപ്പുറത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ തൊട്ടപ്പുറത്ത് നിന്ന് മറ്റൊരു മൃതദേഹം കൂടി ആളുകൾ സ്ട്രക്ചറിൽ പോലീസിന്റെയും അതുപോലെ തന്നെ NDRFന്റെയും പ്രവർത്തകർ കൊണ്ടുവരുന്ന ഒരു കാഴ്ച കൂടെ കാണുന്നു. നമുക്ക് വലിയ സങ്കടം തന്നെ തോന്നുന്നു. അതിൽ പലരും കുട്ടികളാണ്, സ്ത്രീകളാണ്. ഏതായാലും ഇപ്പോൾ പുഴയ്ക്കക്കരെ നിന്ന്, പാലം മുറിഞ്ഞു കിടക്കുന്ന ആ ഭാഗത്ത് പുഴയ്ക്കക്കരെ നിന്ന് ഇപ്പുറത്തേക്ക് മൃതദേഹം എത്തിക്കാനുള്ള ഒരു ശ്രമങ്ങൾ അത് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ അത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സാധ്യത ഇനിയും തെളിഞ്ഞിട്ടില്ല. പക്ഷേ മൃതദേഹം അപ്പുറത്തുനിന്നും ഇപ്പുറത്തേക്ക് റോപ്പ് വഴി എത്തിക്കുന്നതിന്റെ കാഴ്ചകളാണ് നമുക്കിപ്പോൾ ഇവിടെ നിന്നും ഏറ്റവും റിപ്പോർട്ട് ചെയ്യുന്നു. അത്യന്തം ദുരിതപൂർണമായിട്ടുള്ള ഒരു കാഴ്ച. എങ്ങനെയാണ് പുഴ കടക്കാൻ മലമുകളിലേക്ക് കയറാൻ കഴിഞ്ഞിട്ടില്ല, കടക്കാനായത് പുഴയോരത്തേക്ക് റോപ്പ് വഴി തിരിച്ചെത്തിക്കുന്നത് മൃതദേഹത്തെ റോപ്പിൽ കൂട്ടിക്കെട്ടിക്കൊണ്ട് മൃതദേഹങ്ങൾ മറുകരയിലേക്ക് എത്തിക്കുന്ന എന്തൊരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അത്യന്തം നിർഭാഗ്യകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ. ഇതൊരു ഒരു വലിയ ദുരന്തത്തിന്റെ മുകൾ ഭാഗം മാത്രമാണ് എന്നുള്ളതാണ് എങ്ങനെയാണ് ഒരു പ്രതീക്ഷ കലർത്തി ഇവിടെ നിന്ന് പറയുക. ഇതൊരു മുകൾ ഭാഗം മാത്രമാണ്. വലിയ ഒരു